550D എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. അപ്പം ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഈ സാധനം ഇതുവരെ ഒരു ട്രൈപോഡിൽ വെച്ച് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ട്രൈപോഡിൽ പിടിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 23 യൂറോ ഉള്ളൂ ഈ ഒരു സാധനത്തിന്. അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മേടിക്കാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോൺ കണക്ട് ചെയ്യാം, നമ്മുടെ ആക്ഷൻ ക്യാമറ കണക്ട് ചെയ്യാം, അതല്ല DSLR കണക്ട് ചെയ്യാം. അത് മാത്രമല്ല ഇതിൻ്റെ കൂടുതൽ റിമോട്ട് മോഡ്യൂളും ഉണ്ട്. എനിവേ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം സാധനം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മുടെ ബോക്സ് ഞാൻ ആമസോണിൽ നിന്നാണ് സാധനം ഓർഡർ ചെയ്തത്. അപ്പം തുറന്നു നോക്കട്ടെ സാധനം. ഞാൻ കൂടെ ആദ്യം പറഞ്ഞായിരുന്നു വിക്ടീവ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. അപ്പം ഇതാണ് നമ്മുടെ ട്രൈപോഡിന്റെ ഒരു ബ്രാൻഡിന്റെ ബോക്സ്. അവരുടെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. വിക്ടീവ് എൻജോയ് ലൈഫ് മോർ, അങ്ങനെയാണ് എൻ്റെ ഇവരുടെ ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ. വിക്ടീവ് സ്റ്റാറ്റീവ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന്റെ പേരെന്താന്ന് പോലും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് 162 സെന്റിമീറ്റേഴ്സ് ആണ് ഈ ഒരു ട്രൈപോഡിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിവേ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബോക്സിൽ നിന്ന് സാധനം ഓപ്പൺ ഒക്കെ ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഒരു ഒരു പാക്കേജിങ് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു സ്ലിംഗ് ബാഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. 162 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു ഇതിന് ഭയങ്കര ചീപ്പാണ് ഈ സാധനം. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇത് ഓഫർ വന്ന ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഇത് മേടിക്കാനായിട്ട് തോന്നി. അതാണ് ഞാൻ ഇത് മേടിക്കാനുള്ള റീസണും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് പോൾസ് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതിലായിട്ട് നമുക്ക് പിന്നെ പോവാം. വേറെ എന്തൊക്കെ സാധനങ്ങളാണ് വന്നേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് അസംബിളിങ് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഇതിൽ പിന്നെ വന്നേക്കുന്ന ആക്സസറീസ് എന്ന് പറയാനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു മോഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, റിമോട്ട് മോഡ്യൂൾ. അപ്പൊ നമുക്ക് ഈ ഒരു മോഡ്യൂൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയണേ ആൻഡ്രോയിഡ് ഫോണുകളായിട്ടും iOS ഡിവൈസസ് ആയിട്ടും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് വഴി ഇത് പെയർ ചെയ്യാം. ആ പെയർ ചെയ്തതിന് ശേഷം ഈ ഒരു എന്താ പറയുക, ഇതിലൊരു സ്വിച്ച് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതൊരു ട്രിഗറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ട്രൈപോഡിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഫോൺ ഹോൾഡറും കൂടെ ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. കോപ്പർ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇവിടെ ചെറിയ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് പയ്യെ ഈ സാധനം ഒന്ന് സെറ്റാക്കി നോക്കാം. അപ്പം ഞാൻ ഇത് പയ്യെ നിർത്തിയിട്ട് അപ്പം നിങ്ങളിത് ഇൻ കേസ് ഈ സാധനം നിങ്ങൾ മേടിക്കുവാണെങ്കിൽ തന്നെ ഈ സാധനം ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം മീൻസ് ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഒരു പ്ലാസ്റ്റിക് ഫൈബറൊക്കെ പോലത്തെ ടൈപ്പ് ഒരു മെറ്റീരിയൽ, കാർബൺ ഫൈബറൊക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഈവൻ ദോ ബി കെയർഫുൾ വിത്ത് ദിസ്. ഓക്കെ, പിന്നെ അപ്പം നമുക്ക് ഇതിൽ 3 ക്ലിപ്പുകൾ, ഓരോ സ്റ്റാൻഡിൽ 3 ക്ലിപ്പുകൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്ലിപ്പ് ഈ ക്ലിപ്പ് വെച്ച് എല്ലാത്തിലും ഓപ്പൺ ചെയ്തിട്ട് വൺസ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ ഇത് മറ്റേ രണ്ടാമത് റിട്ടേൺ ഇത് തന്നെ ക്ലിപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ലൂസ് ആവും. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഓർമ്മ എടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തേൽ ഓർമ്മ എടുക്കുന്നു. തിരിച്ച് നിങ്ങൾ ഇത് വൺസ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ട്രൈപോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ ഓൾറെഡി. എന്നിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ റിട്ടേൺ ലോക്ക് ചെയ്യുക. മൂന്നാമത്തെ നമ്മൾ ഓപ്പൺ ആക്കി ഇങ്ങനെ എടുക്കുന്നു. 162 സെന്റിമീറ്റേഴ്സ് ആണ്. ഞാൻ എന്തായാലും ഈ സാധനത്തിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയേക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും ഈ ഒരു സാധനം. കാരണം വലിയ പ്രൈസ് ഒന്നും ഇല്ലല്ലോ ഇതിന്, അതുകൊണ്ട് സുഖമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് മാത്രമല്ല, ഇത് 3 കിലോ ഹോൾഡ് ചെയ്യുന്നതാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇതിന്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വേറെ ഒരുപാട് നല്ല റേറ്റിന്റെ ട്രൈപോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 80 യൂറോ 100 യൂറോ റേഞ്ചിലൊക്കെ, അല്ലെങ്കിൽ ഒരു 55 യൂറോ 60 യൂറോ റേഞ്ചിലൊക്കെ നല്ല ട്രൈപോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. അപ്പം ഞാൻ 2 ലെവലിലുള്ള സാധനം മറ്റേ ഇവരുടെ ഈ ട്രൈപ്പോഡിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണ 2 എണ്ണം ഇപ്പോൾ പോഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് 3-ാമത്തെ കൂടെ നമുക്ക് എടുക്കണ്ട. അപ്പോൾ ഇത്ര ലെങ്ത്തായി. 182 സെൻറ്റിമീറ്ററും 172 സെൻറ്റിമീറ്റേഴ്സിൻ്റെയും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് എടുത്തില്ല, കാരണം അത് പിന്നെ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് 162 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ ചാടിക്കയറി ഇത് അപ്പം തന്നെ ഓർഡർ ചെയ്ത് എനിക്ക് കണ്ടാ. അപ്പോൾ നമ്മൾ ആ 3 ട്രൈപ്പോഡിൻ്റെ 3 സ്റ്റാൻഡുകളും പുറത്തേക്ക് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇത്രയും ലെങ്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാം, എൻ്റെ ലെങ്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ലെങ്ത് ഉണ്ട്. 162 സെൻറ്റിമീറ്റേഴ്സ് എന്നല്ലേ ഇതിനകത്ത് പറഞ്ഞേക്കണേ. അതിനുശേഷം ഈ സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലെവൽ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ്, നമ്മുടെ ഈ മേസ്തിരിമാരൊക്കെ പണിയെടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു അത്ര ഉള്ളൊരു പച്ച കളർ കട്ട പോലത്തെ സാധനം അങ്ങനെ നിലത്ത് വെച്ചിട്ട് ലെവലാണോ നോക്കാൻ പറ്റും. നടുക്ക് കൊമ്മള വന്നു കഴിയുമ്പോൾ ലെവൽ എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ലേ, നമ്മളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടാ കണ്ടാ, ഇതിൻ്റെ അകത്ത് കുഞ്ഞൊരു ബബിള് കിടന്ന് ഓടി ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റേബിൾ ലെവലാണെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ ആ ബബിള് വരും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു നല്ലൊരു റബ്ബർ ടൈപ്പ് ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാമറയോ നമ്മുടെ ഫോണോ ഏത് സാധനമാണ് കണക്ട് ചെയ്യണേ, കുറച്ച് ഗ്രിപ്പായിട്ട് ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ ഇവരിവിടെ റീഎൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കണേന്നൊന്നും അറിയാനായിട്ട്. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് സാധനമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ടാ, ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നൈസിൽ പതിയെ പ്രസ് ചെയ്ത് ഉള്ളിയിട്ട് കയറ്റുക. അയ്യോ പറ്റണില്ലല്ലോ, പണിപാളിയാ. നോക്കട്ടെ ഒന്നുകൂടെ. ഓക്കെ, ഇതിൽ 2-3 ചെറിയ ഇങ്ങനെ ഗ്യാപ്പ് പോലത്തെ ഒരു വിട പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ കയറ്റിയിട്ട് വേണം പ്രസ് ചെയ്യാനുണ്ട്. കാരണം ഇത് വൺസ് കയറി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ലോക്കിംഗ് സിസ്റ്റം പോലത്തെ ഒരു സംഭവമാണ് അത്. അപ്പോൾ അത് ഇവിടെ നമുക്ക് ആ 2 വെട്ട് പോലത്തെ ഒരു സംഭവം കാണാം. അപ്പോൾ ആ വെട്ടിൻ്റെ ഉള്ളിൽ തന്നെ പരമാവധി നിങ്ങൾ ഇത് ഇറക്കി വിടാൻ ശ്രമിക്കുക. ഓക്കെ, സക്സസ്. ഓക്കെ, നേരെ ഇവിടെ താഴ്ത്തുകൊണ്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ വേറെയും കുറച്ച് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഇങ്ങനെ കറക്കാനും ഒക്കെ ചെയ്യാം. 360 ഡിഗ്രിയിൽ നമുക്ക് വട്ടത്തിൽ കറക്കി ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടത് ഇങ്ങനെ കറക്കാം നമുക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഫോർ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ DSLR ഉണ്ട്, എൻ്റെ പഴയൊരു DSLR ഉണ്ട്. നമുക്ക് അത് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ബോഡി മാത്രം എടുത്തിട്ട് നമുക്ക് ബോഡി ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഇതിൻ്റെ ഒരു ഇരിപ്പ് വശം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ഞാൻ ഇതുവരെ ഇത് ഞാൻ പണ്ട് മേടിച്ചൊരു ക്യാമറയാണ് കേട്ടോ. എൻ്റെ Canon 550D എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. അപ്പം ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഈ സാധനം ഇതുവരെ ഒരു ട്രൈപോഡിൽ വെച്ച് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ട്രൈപോഡിൽ പിടിപ്പിക്കാൻ പോണേ. എനിവേ നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇത് ഓക്കെ, മേളിലോട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് പരമാവധി ഇത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇല്ലെങ്കിൽ സാധനം ഇങ്ങനെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഗൈസ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കും സംഗതി. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഇരിക്കും സാധനം. നമ്മൾ ഫൈനൽ നമ്മുടെ ലുക്ക് അത് എങ്ങനെയായിരിക്കും, നമ്മുടെ ക്യാമറ ഇതിൽ സെറ്റാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമുള്ള നമ്മുടെ ഫൈനൽ ഒരു ലുക്ക് എന്നുള്ളൊരു സാധനം എങ്ങനെയായിരിക്കും കേട്ടോ. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാ രീതിയിലും അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ ഇത് എങ്ങനെയാണ് ഇത് സിസ്റ്റം, ഇങ്ങോട്ടേക്കും തിരിക്കാം, ഇങ്ങോട്ടേക്കും തിരിക്കാം. 360 ഡിഗ്രിയിൽ നമുക്ക് വട്ടത്തിനായിട്ട് ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മേളിലായിട്ട് താഴ്ത്തിട്ടും പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കട്ടെ. അത് പറ്റും. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നത് ഈ ഒരു സാധനത്തിലാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് എന്താ ഒക്കെ വീത്തോ കുറച്ചൊന്ന് നേരെയാക്കി വെച്ച് നോക്കാം. ഓക്കെ,
ഇപ്പോൾ കറക്റ്റാ. ഓക്കെ, ഇപ്പോൾ സെറ്റ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും നമ്മുടെ. അപ്പം ഈ സാധനത്തിന് ഓൾമോസ്റ്റ് 3 kg ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മോർ ദാൻ 3 kgs ഇതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കണം. എന്ന് പറഞ്ഞ് വലിയൊരു വെയിറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബ്രോക്ക്, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്ത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നിങ്ങൾക്ക് ഇത് വീഡിയോ ആയിട്ടൊന്ന് കാണിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ. അപ്പോൾ എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ഹോൾഡർ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയത്തിലിരിക്കുന്ന ഈ സാധനമൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു ഫോൺ ഹോൾഡർ ഉണ്ട് കേട്ടോ. ഈ ഹോൾഡർ അതിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഞാൻ ചെയ്ത് നോക്കട്ടെ. കാരണം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാന്നുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ ഈ സാധനം പൊട്ടിച്ച് നോക്കാനോ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാന്നുള്ള സാധനം ഒന്നും പോയില്ല. നേരെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പൊട്ടിച്ച് നമുക്ക് ഇത് അസംബിൾ ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ക്യാമറ ഇങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഫോൺ ഹോൾഡർ കണക്ട് ചെയ്യാനുള്ള സംഗതി എവിടെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഫോൺ ഹോൾഡർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സംഭവം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യുന്ന ഇവിടെ ഒരു ഗ്രിപ്പ് ഉണ്ട്. ഈ ഗ്രിപ്പ് കണ്ടില്ലേ, ഈ ഗ്രിപ്പിലേക്ക് തന്നെയാണ് ഈ ഫോൺ ഹോൾഡറിന്റെ ഈ അടിയിലുള്ള ഈ പോയിന്റ് ഉണ്ട്, ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഫോണ് നമുക്ക് കുറച്ച് നമുക്ക് താഴ്ത്തായിട്ടുള്ള ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡിന്റെ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒന്നാണെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് കുത്തിയിട്ട് ഫോൺ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ മേളിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് താഴത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സാധനം നമ്മൾ നോർമലായിട്ട് ഫോൺ വെക്കുന്ന രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ മേളിൽ വെക്കുക. ഇതുപോലെ ഇവിടെ ടൈറ്റ് ചെയ്യുക. സിമ്പിൾ പരിപാടീസ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വെക്കേണ്ട ആ പൊസിഷൻ കറക്റ്റായിട്ട് വെക്കുക ആദ്യം കേട്ടോ. പൊസിഷൻ മാറിയിട്ട് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് നിങ്ങൾ അഴിക്കാനും പിടിക്കാനും പോകണം. ഓക്കെ, ഇവിടെ എൻ്റെ ഫോൺ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഏകദേശം, മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ ഫോൺ ഒന്ന് കണക്ട് ചെയ്തിട്ട് കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു റിമോട്ട് മോഡ്യൂളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിമോട്ട് മോഡ്യൂൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും കൂടെ പറ്റുമെന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ലെങ്ത് കുറച്ച് ദൂരമുള്ള ഡിസ്റ്റൻസിലുള്ള സ്ഥലത്തൊക്കെ പോയി നിന്നിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ വേറൊരു വലിയൊരു ബെനഫിറ്റ് എന്നുള്ളൊരു കാര്യം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഫോണിലല്ലാത്തത് കൊണ്ട് എനിക്കിത് യൂസ്ഫുൾ ആവുമെന്നുള്ള അറിയില്ല. എനിവേ ഇടയ്ക്കൊക്കെ ഫോണിൽ എടുക്കാമല്ലോ നമുക്ക്. ഞാൻ എന്തായാലും ഇതിൽ ഫോണൊന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് വയ്യ ഫോണൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 12 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കവർ വയ്യ റിമൂവ് ചെയ്തിട്ട് കവർ ഇല്ലാതെ നമുക്കൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് വലിയ ബിഗ് ഡീലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്പ്രിങ് പോലത്തെ മോഡൽ എല്ലാ ട്രൈപോഡ്സിലും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടാവും. നേരത്തെ പൊക്കുക, നമ്മുടെ ഫോൺ നൈസിൽ ഇവിടെ കറക്റ്റ് ആ ലെവലിൽ തന്നെ കറക്റ്റായിട്ട് കയറ്റി വെക്കുക. ഓക്കെ സെറ്റ്. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് നൈസായിട്ട് ഇങ്ങനെ കറക്റ്റ് നമുക്ക് വേണ്ട രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇനി ഇതിലെ മെയിനായിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൂടൂത്തിൻ്റെ ഈ സാധനം ഒന്ന് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൂടെ ശ്രമിച്ച് നോക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇത് കാണിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ബാറ്ററി എന്താണെന്ന് മറ്റേ അറിയത്തില്ല, അങ്ങൊന്ന് തുറന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം സാധനം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫോൺ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നു ഗൈസ്. ഓക്കെ, ഈ റിമോട്ടിൻ്റെ അകത്ത് ഒരു സൈഡിലൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ, കുഞ്ഞൊരു സ്വിച്ച്. ഈ സ്വിച്ച് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഓണാക്കുക. ഓണാക്കി കഴിയുമ്പോഴത്തേക്കും കണ്ട ലൈറ്റ് കത്തുന്നുണ്ട് കണ്ട. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ സെറ്റിങ്സ് എടുക്കുന്നു. സെറ്റിങ്സ് എടുത്തിട്ട് ബ്ലൂടൂത്തിൽ പോയിട്ട് ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, AB Shutter 3 എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡിവൈസ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഏറ്റവും അടിയിലായിട്ട് AB Shutter 3 എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡിവൈസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡിവൈസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പെയർ കണക്റ്റ് കണക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം സാധനം വർക്കിംഗ് ആണോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ക്യാമറ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഓപ്പൺ ആക്കി ഇനി നേരെ ഇതിലായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, കറക്റ്റാന്ന് തോന്നുന്നു ലെവലൊക്കെ. യെസ്. അപ്പോൾ
സൈലൻറ്റ് മോഡാണ്, ഒന്ന് മാറ്റിയിട്ടേക്കാം. അപ്പോൾ നമ്മൾ ഈ സാധനം കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ മറ്റേ റിമോട്ട് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാം. അയ്യോ, റൂം നല്ല വൃത്തികേടായിട്ട് കിടക്കണേ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ iOS എന്നുള്ള ഓപ്ഷനുണ്ട്, ആൻഡ്രോയിഡ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡിവൈസ് iOS ആണ്, നമുക്ക് iOS തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. യെസ്, ഫോട്ടോ എടുത്തു, സത്യമായിട്ട് ഫോട്ടോ എടുത്ത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ടേക്കൊന്ന് വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇതുണ്ടല്ലേ, ഇത് നമ്മുടെ റിമോട്ട്, ഇത് നമ്മുടെ ഫോൺ. ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ എടുക്കാം. നമുക്ക് വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഞാൻ ഈ ബട്ടൺ ഞാൻ വേറെ എവിടെയും പ്രസ് ചെയ്യണല്ലേ, കറക്റ്റ് ഇത് ഇവിടെ തന്നെ. കണ്ടാ, വീഡിയോ ഓണായി. ഇപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. ഞാൻ തമാശ പറഞ്ഞല്ല, വീഡിയോ ശരിക്കും ഓണായിട്ടാ. സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. വീഡിയോ കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു സാധനം വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ലൊരു ട്രൈപോഡായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിന് വലിയ വിലയൊന്നുമില്ല. അപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു പുതിയൊരു യൂട്യൂബറെ സംബന്ധിച്ച് ഒരുപാട് പൈസ യൂട്യൂബിലോട്ട് ആദ്യം തന്നെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ചെറിയ രീതിയിൽ ഉള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ മുടക്കി നല്ല ട്രൈപോഡൊക്കെ മേടിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അതാണ് ഏറ്റവും ബെറ്റർ. കയ്യിലുള്ള കാശ് മൊത്തം പൊട്ടിച്ചിട്ട് ഓരോ ആക്സസറീസ് മേടിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. എനിവേ, എനിക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എനിവേ, താങ്ക് യു സോ മച്ച്.